നമ്മുടെ അവതാറിൻ്റെ ഹെൽ, നരകം, വാട്ട് ഈസ് ദെയർ ഹെൽ, എന്താണ് അവരുടെ നരകം, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിയണം. എനിക്കറിയാം നിങ്ങൾക്ക് സ്റ്റാഫിൻ്റെ കൂടെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഇന്നത്തെ ഈ ക്ലാസ് മിക്സഡ് ആയിരുന്നെങ്കിൽ ആരൊക്കെ ഇന്ന് വരില്ലായിരുന്നു? ഇഫ് ഇറ്റ് ഈസ് ഫോർ ഓൾ, നിങ്ങളുടെ എംപ്ലോയീസിന്, സ്റ്റാഫിനും വരാം, മുതലാളിക്കും വരാം, വീട്ടമ്മമാർക്കും വരാം, ആർക്ക് വേണമെങ്കിലും വരാം എന്നൊരു ഓപ്പൺ ക്ലാസ് ആയിരുന്നെങ്കിൽ എത്ര പേര് വരും? വരില്ല. കാരണം നിങ്ങൾ എവിടെ പോകുമെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഈ ട്രെയിനിങ് 1000 രൂപയായിരുന്നെങ്കിൽ നിങ്ങളിൽ എത്ര പേര് വന്നേനെ? വരില്ല. ഇന്നത്തെ ഈ ട്രെയിനിങ് ഫ്രീ ആയിരുന്നെങ്കിൽ നിങ്ങൾ എത്ര പേര് വന്നേനെ? വരില്ല. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമല്ല എന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച്? അങ്ങനെ ഐ നോ എബൌട്ട് യുവർ ഹെവൻ. വാട്ട്സ് യുവർ ഹെവൻ? നിങ്ങളുടെ സ്വർഗം, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. വാട്ട് യു സീക്രട്ട്ലി വിഷ് ഫോർ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്കറിയാം. നിങ്ങൾക്കറിയൂ നിങ്ങളുടെ കസ്റ്റമറുടെ ഹെൽ എന്താണെന്നും ഹെവൻ എന്താണെന്നും അവരാരാണെന്നും? ഇതൊക്കെ എപ്പോഴാണ് പഠിക്കുന്നത്? വെൻ യു ഒപ്റ്റിമൈസ്, വെൻ യു ട്രൈ ടു മേക്ക് യുവർ ബിസിനസ് ബെറ്റർ. ഇപ്പൊ തലയ്ക്കകത്ത് മൊത്തം എന്തുവാ? അടുത്ത ബ്രാഞ്ച് എവിടെ ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഐ ആം ലേണിംഗ് അബൌട്ട് മൈ ഓഡിയൻസ്. എൻ്റെ യൂട്യൂബ് കാണുന്നവരെക്കുറിച്ച് ഞാൻ പഠിക്കും, എൻ്റെ വാട്സപ്പിൽ വരുന്നവരെക്കുറിച്ച് ഞാൻ പഠിക്കും, എൻ്റെ വെബിനാറിൽ വരുന്നവരെക്കുറിച്ച് ഞാൻ പഠിക്കും, എൻ്റെ 1 ഡേ പ്രോഗ്രാമിൽ വരുന്നവരെക്കുറിച്ച് പഠിക്കും. നമ്മുടെ അവതാറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവതാർ ഒരു രൂപമാണ്. ആ അവതാറിനെ കമ്പയർ ചെയ്യും. ഒരു പേയ്മെൻറ്റ് വരുമ്പോൾ ഇഫ് ഡസൻ മാച്ച്, റിജക്റ്റ്, തിരിച്ചു കൊടുക്കും. വാട്ട് ഈസ് ദ ബ്രിഡ്ജ്? എന്താണ് ബ്രിഡ്ജ്? ഈ പ്രത്യേകതകളുള്ള കസ്റ്റമറിനെ ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പാലം, ആ പാലം പണിയുന്നവനായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ. എങ്ങനെ? എനിക്ക് വേണ്ട പ്രോഫിറ്റബിൾ എംപ്ലോയീസിനെ അവൻ്റെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പാലം പണിയുന്നവനായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ. അതിന് അവൻ ആരെന്നും അവൻ്റെ നരകം എന്തെന്നും അവൻ്റെ സ്വർഗം എന്തെന്നും അറിഞ്ഞെങ്കിലേ ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം എന്നും പറഞ്ഞ് അവൻ പാട്ട് പാടുമ്പോൾ ദൈവമായിട്ട് അവൻ്റെ മുന്നിൽ അവതരിക്കാൻ പറ്റൂ. നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളിൽ നിന്ന് സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള പാലമാണ് ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാലം ഇവിടെ റെഡിയാണ് എന്ന് തോന്നലുണ്ടാക്കിയെടുക്കുന്നിടത്താണ് എൻ്റെ സക്സസ്. അതറിയണമെങ്കിൽ അവൻ ആരെന്നും അവൻ്റെ നരകം എന്തെന്നും അവൻ്റെ സ്വർഗം എന്തെന്നും അവൻ ആഗ്രഹിക്കുന്ന പാലം എന്തെന്നും നമ്മൾ അറിയണം. ആ പാലമാണ് ഫൈൻഡിങ് ദ ഗ്യാപ്പ് എന്ന് നിങ്ങളോട് പറഞ്ഞത്.